ഹലോ കൂട്ടുകാരെ, ഉച്ചയാകുമ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ചോറായി അടുപ്പത്ത് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട സമൂസയ്ക്കുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ ചായക്കടി കടയിലേക്കുള്ളത് മുട്ട സമൂസയും പിന്നെ ഉള്ളിവടയാണ് കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനുള്ള ഉള്ളിയൊക്കെ നുറുക്കായിരുന്നു. അങ്ങനെ ഉള്ളിവടയ്ക്കുള്ള ഉള്ളിയൊക്കെ റെഡിയായി, പിന്നെ സമൂസയ്ക്കുള്ള ഉള്ളിയും റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഉള്ളിവട അടുപ്പത്ത് കയറി, അപ്പോഴേക്കും അടുത്ത അടുപ്പ് കത്തിച്ചു. ഇന്ന് ഉണക്കമതലാണ് കേട്ടോ കറി. അപ്പോൾ അതിന് അപ്പുറത്തെ അടുപ്പും കൂടി കത്തിച്ചിട്ട് ഞാൻ അതും കൂടി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നാളികേരൊന്നും അരയ്ക്കാത്ത മാന്തൽ പുളിയാണ് കേട്ടോ വയ്ക്കണത്. അപ്പോൾ നമ്മൾ ഉലുവയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴണ്ട് വന്നതിന് ശേഷം കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉണക്കമാന്തലായതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ പുളിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചപ്പോൾ മാന്തലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജേട്ടൻ കടയിൽ നിന്ന് വന്നിട്ട് സമോസ ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല കയ്യിലാക്കിയിട്ട് ഫില്ലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വറുത്ത് കോരി കേട്ടോ. ആ ഷീറ്റ് മടക്കാൻ വലിയ അറിവില്ല, അറിയും, പക്ഷേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആക്കി വയ്ക്കും. അപ്പോൾ ഞാനങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ മാന്തൽപുളി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കുകയാണ്. പിന്നെ സമോസ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ മാന്തൽ വറക്കാനുള്ളതും കൂടി വറുത്ത് വയ്ക്കുകയാണ്. പിന്നെ മീനിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമൂസയുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആ പുഴുങ്ങിയ മുട്ടയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.